പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്കിനി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട്. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. VSSCയിലെ പരിശോധനാ ഫലവും കുറ്റപത്രം തയ്യാറാക്കുന്നതിലെ പുരോഗതിയടക്കമുള്ള വിവരങ്ങളും റിപ്പോർട്ടിലുണ്ടാകും. കോടതി എന്തു പറയുമെന്നാണ് ആകാംക്ഷ. അതേസമയം സ്വാഭാവിക ജാമ്യം തേടിയുള്ള N വാസുവിന്റെയും തന്ത്രി കണ്ഠരര് രാജീവരുടെയും അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയും ഇന്ന് പരിഗണിക്കും. പുതിയ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും വിളിപ്പിക്കാനാണ് SIT നീക്കം. വാർത്ത പുറത്തുവിട്ടതിൽ റിപ്പോർട്ടിനെതിരെ ഭീഷണി തുടരുകയാണ് UDF കൺവീനറായ അടൂർ പ്രകാശ്. ഹരിമോഹനും റഹീസ് റഷീദും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഹരിയിലേക്ക്. ഹരി, ഒപ്പം റഹീസ് റഷീദ്. ഗുഡ് മോർണിംഗ് ഹരി. ഇന്ന് നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ ഒരു ദിവസമാണ്. SIT മറ്റൊരു റിപ്പോർട്ട് കൂടി ഇന്ന് കൊടുക്കുന്നുണ്ട്. VSCയുടെ വിശദമായ റിപ്പോർട്ട് SITക്ക് ലഭിച്ചു. അതിൽ ഈ തൂക്കത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടരന്വേഷണത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നതും. കടകംപള്ളി സുരേന്ദ്രനെയും അടൂർ പ്രകാശിനെയും ആന്റണിയെയും ഒക്കെ വിളിപ്പിക്കാനുള്ള നീക്കമുണ്ട് വീണ്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ചിത്രം, രണ്ടാമത്തെ ചിത്രം കൂടി പുറത്തു വന്നു. അതിലും തൃപ്തികരമായ വിശദീകരണം SITക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഹരിമോഹൻ, SIT ഇന്ന് കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് വളരെ 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 നിർണായകമല്ലേ? തീർച്ചയായിട്ടും ഒരു 5ാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് ഇന്ന് SIT ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുക. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്തുണ്ടാവുക. അതിലൊന്ന് ഈ VSSCയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം തന്നെയാണ്. അതായത് കഴിഞ്ഞ തവണ VSSCയുടെ ഒരു ആദ്യ പരിശോധനാ ഫലം അല്ലെങ്കിൽ ഒരു ഇടക്കാല പരിശോധനാ ഫലം സമർപ്പിച്ച സമയത്ത് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് ഹൈക്കോടതിയുടെ ചില ആശങ്കകൾ അത് ശരിയാണെന്ന് തെളിഞ്ഞു ഈ പരിശോധനാ ഫലത്തോടെ എന്നുള്ളതായിരുന്നു. അതായത് പാളികൾ അപ്പാടെ മാറ്റിയെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടുള്ള ആദ്യ റിപ്പോർട്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിൽ വീണ്ടും വ്യക്തത വരേണ്ടതുണ്ടായിരുന്നു. അതിൽ കാലപ്പഴക്കം എത്രയാണെന്ന് പറയണം. ഇപ്പോൾ നിലവിൽ സന്നിധാനത്തുള്ള പാളികൾ പുതുതാണോ അതെയോ ഒറിജിനൽ പാളികൾ തന്നെയാണോ എന്നൊക്കെയുള്ള കാര്യം സ്ഥിരീകരിക്കണമായിരുന്നു. അതിനുവേണ്ടി വീണ്ടും പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയതിൽ പോലും കാലപ്പഴക്കം കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന 989 ഗ്രാം സ്വർണം, അതായത് നഷ്ടപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കപ്പെട്ട ആ സ്വർണത്തിന് അപ്പുറത്തേക്ക് 1 കിലോയിലധികം സ്വർണം ഉറപ്പായും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ ശാസ്ത്രജ്ഞർ എത്തിയിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ പാളികൾ മാറ്റിയോ എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വീണ്ടും സാമ്പിൾ ശേഖരിക്കാനുള്ള അനുമതി കൂടിയാകും ഇന്ന് SIT ഹൈക്കോടതിയിൽ നിന്ന് തേടുക. ആ സാമ്പിൾ ശേഖരണം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന് അറിയുന്നു. അതുമാത്രമല്ല, അത് VSSCയിൽ തന്നെ ആയിരിക്കില്ല പരിശോധന നടത്തുക. അതൊരു പക്ഷേ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ പരിശോധന നടത്തിക്കൊണ്ട് അതിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് വാങ്ങി അത് കുറ്റപത്രത്തിൽ ചേർക്കാനായിരിക്കും SIT ശ്രമിക്കുക. പക്ഷേ അതിന് ഇന്ന് ഹൈക്കോടതിയിൽ അനുമതി വേണം. അനുമതിക്ക് ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുക. അത് മാസപൂജയ്ക്കായി ശബരിമല തുറക്കുന്ന സമയത്ത്, നട തുറക്കുന്ന സമയത്ത് മാത്രമേ ഈ പാളികളിൽ നിന്ന് സാമ്പിളുകൾ വീണ്ടും ശേഖരിക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ VSSC കൊടുത്ത ആ സാമ്പിളുകൾ വെച്ചുകൊണ്ട് തന്നെ അറ്റോമിക് റിസർച്ച് സെന്ററിൽ പരിശോധന നടത്താൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധങ്ങളിൽ നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ, അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, പുറത്തുവന്ന ചിത്രങ്ങൾ, അതിന്റെയൊക്കെ നിജസ്ഥിതി എന്താണ്, അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എന്താണ്, അതിൽ അടൂർ പ്രകാശിന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെയും അടക്കമുള്ള കാര്യങ്ങളിൽ SIT നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ വിവരങ്ങൾ, അതെല്ലാം ഇന്നത്തെ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ 2017 കൊടിമര പുനഃപ്രതിഷ്ഠയിലും 2024-25 കാലത്ത് ദ്വാരപാലക പാളികൾ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ അന്വേഷണമുണ്ട്. അതിലെയും വിശദ വിവരങ്ങൾ കൂടി റിപ്പോർട്ടിലുണ്ടാകും. കാരണം ഈ 2 കാര്യങ്ങളിലും കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് കഴിഞ്ഞ ഇടക്കാല റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് സമർപ്പിക്കുന്ന റിപ്പോർട്ടിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതി അതിലെ തുടർ നീക്കങ്ങൾ എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിൽ ഒരു നിർദ്ദേശം നൽകുക. അരുൺ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇന്ന് SIT കൊടുക്കുന്ന റിപ്പോർട്ടിലുണ്ടാവുക.